ലക്ഷണം അവിടെ വന്നിട്ട് പറയാണ്, ഒരു നിമിഷം പോലും ഞാൻ അണുവിട പോലും ബ്രഹ്മബോധം കളഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒന്നും എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല എങ്കിൽ, ധർമ്മത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ അമ്മാവനെ കൊന്നതെങ്കിൽ ഈ കുഞ്ഞ് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പരീക്ഷത്തിനെ തുടർന്നത്. അപ്പോഴാണ് കാലളക്കണത് കുട്ടി. അതാണ് ഗുരുവായൂരപ്പൻ്റെ സത്യം. അങ്ങനെ ഗുരുവായൂരപ്പനെ മനസ്സിലാക്കണം. അല്ലാണ്ട് അത്ഭുത കഥ കേട്ടിട്ടല്ല. അത്ഭുത കഥ കേട്ടാൽ ഗുരുവായൂരപ്പൻ എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരാളായിരിക്കും നമുക്ക് എന്നും. നമുക്ക് അങ്ങനത്തെ ഗുരുവായൂരപ്പനെ കൊണ്ട് കാര്യമില്ല. നമ്മളെ പ്രചോദിപ്പിക്കണം, നമ്മളെ സന്തോഷിപ്പിക്കണം, നമുക്ക് വീരത തരുന്നത്. കൃഷ്ണഭക്തി ദൈന്യതയല്ല, അത് വിചാരിക്കരുത് ഒരിക്കലും. അത് ഭക്തിപ്രസ്ഥാനത്തിന്റെ ഒരവശിഷ്ടമായുണ്ടായ അപകടമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഈ കരഞ്ഞു പിഴിഞ്ഞിട്ടുള്ള ഭക്തി കൊണ്ട് ഒരിക്കലും ഉപാസിക്കാൻ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടില്ല. അത് ഭഗവാനെ മനസ്സിലാക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. ഭഗവാൻ വീരനായിരുന്നു. ആ വീരത നമുക്കും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു. കൃഷ്ണന്റെ കോപം എങ്ങനെയാന്ന് പറയണു.